പ്രിയപ്പെട്ട കുട്ടികളെ, ഫസ്റ്റ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു. മിസ്യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു അല്ലേ? അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അധ്യാപകരൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ നിങ്ങൾ പല കുട്ടികളും എൻ്റെ നമ്പർ മാറി സർ, ഇന്ന നമ്പർ ആഡ് ചെയ്യണം ഗ്രൂപ്പിൽ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് പലപ്പോഴും പറയാറുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, മുമ്പത്തെ നമ്പർ മാറിയിട്ട്, അതായത് ചിലപ്പോൾ വേറെ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലെ വേറെ ജ്യേഷ്ഠനോ അഞ്ജനോ മറ്റോ ആ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നമ്പർ മാറി ഇത് ആഡ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ആ ഗ്രൂപ്പിൽ എന്താവും, നേരത്തെ സാറ് പോസ്റ്റ് ചെയ്ത വീഡിയോ വീണ്ടും അത് പോസ്റ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അധ്യാപകർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഒരു പ്രാവശ്യം പോസ്റ്റ് ചെയ്ത് വീണ്ടും പോസ്റ്റ് ചെയ്യുക. കാരണം ഓരോ കുട്ടിക്ക് വേണ്ടി വീണ്ടും പോസ്റ്റ് ചെയ്യുക, ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കിട്ടണമെങ്കിൽ അധ്യാപകരുടെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അധ്യാപകർ പറഞ്ഞാൽ മാത്രമേ എൻ്റെ ക്ലാസ് നോക്കണ്ടൂ. ഞാൻ പറയുന്നത് എൻ്റെ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും, എൻ്റെ കുട്ടികൾ മീൻസ് ഞാൻ ക്ലാസ് എടുക്കുന്നത്, അതായത് ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കാസർഗോഡിലെ അധ്യാപകനാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇത് നിർബന്ധമായി കണ്ടിരിക്കണം എൻ്റെ ക്ലാസ്. മറ്റുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ അധ്യാപകർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുകൊള്ളി, എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് കണ്ടുപോകണം. നിങ്ങൾ അധ്യാപകർ മിക്കവാറും പറയും, കാരണം എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അധ്യാപകർ പറയുന്നത്. ഇനി ഗ്രൂപ്പിൽ ഇട്ടില്ലെങ്കിലും നിങ്ങൾക്കത് ഞാൻ ഇവിടെ കാണിച്ച, അതായത് ഇവിടെ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്റ്റാറ്റി ഫോർ യു എന്ന് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കോളം ഇട്ടിട്ടുണ്ട്. അതായത് സ്റ്റാറ്റി ഫോർ യു എന്നതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. നിങ്ങൾ യൂട്യൂബിൽ സ്റ്റാറ്റി ഫോർ യു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കിട്ടും. അതിൽ ഈ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്റ്റാറ്റി ഫോർ യുവിൽ ഫസ്റ്റ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്ലാസ്സുകൾ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാനോ വ്യൂ ചെയ്യാനോ സാധിക്കും. അപ്പോൾ അധ്യാപകരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നർത്ഥം. എൻ്റെ ക്ലാസ്സുകൾ സ്റ്റാറ്റി ഫോർ യുവിലാണ് ഉണ്ടാകുന്നത്. സ്റ്റാറ്റി ഫോർ യു സ്പെല്ലിങ് തെറ്റുകൂടാതെ എഴുതണം. STATI 4 എന്നുള്ള അക്കം ഫോർ യു, സ്റ്റാറ്റി ഫോർ യു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സം അപ്ലൈഡ് ഏരിയാസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഉപയോഗം എവിടെയൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തത് പറയുന്നത് ആക്ച്വറിയൽ സയൻസ്. ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് സെക്ടറിൽ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത് ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത്. ആക്ച്വറിയൽ സയൻസ് ഈസ് ദ ഡിസിപ്ലിൻ ദാറ്റ് അപ്ലൈസ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ടു ആസസ് റിസ്ക് ഇൻ ദ ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ് സെക്ടർ. അപ്പോൾ റിസ്ക് കവറേജ്, ഇൻഷുറൻസ് സെക്ടറിലെ റിസ്ക് കവറേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ച്വറിയൽ സയൻസ് ഉപയോഗിക്കുന്നത്. Actuaries are professionals who are qualified in this field. In many countries, actuaries must demonstrate their competence by passing a series of rigorous professional examinations. ഈ കാര്യങ്ങളൊന്നും ഇതേപോലെയൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓർത്തിരിക്കേണ്ട എന്താണ്? ആക്ച്വറിയൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് വിത്ത് ഇൻഷുറൻസ് സെക്ടർ. ഇൻഷുറൻസ് സെക്ടറിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നതിനെ ആണ് ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത്. Actuarial science includes a number of interesting subjects including probability, mathematics, statistics, finance, economics, financial economics and computer programming. Historically, actuarial science used deterministic models in the construction of tables and premiums. That science has gone through revolutionary changes during the last 30 years due to
proliferation of high-speed computers and union of stochastic actuarial models with modern financial theory. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് സെക്ടറിൽ നമ്മൾ പല ഏജിലുള്ളവർക്കും ഇൻഷുറൻസ് പ്രീമിയം ഉണ്ട്. അപ്പോൾ ഈ പ്രീമിയം ഡിറ്റക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രീമിയം എത്ര അടക്കണം, ഇപ്പം 40 വയസ്സായ ആൾ 50,000 പോളിസിക്ക് എത്ര പ്രീമിയം അടക്കണമെന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ 70 വയസ്സായ ആൾ 50,000 എത്ര പോളിസി അടക്കണം, പ്രീമിയം അടക്കണം. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒരു മാസം അടക്കേണ്ടത്, അല്ലെങ്കിൽ അത് ടേം അവർ നിശ്ചയിക്കും. അവർ ഇൻഷുറൻസുകാർ നിശ്ചയിക്കും എത്ര ടേമായിട്ട് അടക്കണം, മാസം തോറും അടക്കണം, അല്ല 3 മാസം കൂടുമ്പോൾ അടക്കണം, അല്ല 4 മാസം കൂടുമ്പോൾ അടക്കണം. അതാണ് പ്രീമിയം എന്ന് പറയുന്നത്. അതാണ് ഓരോ ടേമിൽ അടക്കുന്ന പൈസയാണ്. ഇപ്പോൾ നമ്മൾ 50,000 എമൗണ്ടിന് സം അഷേർഡ് ചെയ്താൽ, അഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് 50,000 ആണെങ്കിൽ 50,000 എല്ലാവരും ഒരേപോലെയല്ല പ്രീമിയം അടക്കേണ്ടത്. വയസ്സിനനുസരിച്ചാണ് പ്രീമിയം അടക്കേണ്ടത്. എമൗണ്ടിൻ്റെ ഇപ്പോൾ 50,000 എമൗണ്ടിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 50 വയസ്സായ ആളും 40 വയസ്സായ ആളും 70 വയസ്സായ ആളും ഒരേപോലെയല്ല അടക്കേണ്ടത്. ഇതൊക്കെ തീരുമാനിക്കുന്നത് ഒരു ടേബിളാണ്. ഇൻഷുറൻസിൽ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ ഈ ആക്ച്വറിയൽ സയൻസ് പ്രകാരമാണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതായത് ഇൻഷുറൻസിൻ്റെ ഇപ്പോൾ എല്ലാവരും ഒരേപോലെയല്ല എമൗണ്ട് സെയിം ആയിരിക്കും. ഇപ്പോൾ 50,000 തന്നെയായിരിക്കും സം അഷേർഡ്. ഒരാൾ 50,000 അഷേർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏജിനനുസരിച്ച് അതിൻ്റെ പ്രീമിയം അടക്കുന്നത് മാറും. ആ ഏജിനനുസരിച്ച് മാറുന്ന തുക ഒരു ടേബിളിൽ ഇവർ റെഡി റെക്കണറാക്കി വെച്ചിട്ടുണ്ടാവും. അത് ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ആക്ച്വറിയൽ സയൻസ് ഉപയോഗിച്ചിട്ടാണ്. കാരണം ഇൻഷുറൻസുകാർക്ക് ലാഭം ഉണ്ടാവും. അല്ലെങ്കിൽ 70 വയസ്സായ ആളും 50 വയസ്സായ ആളും ഒരേപോലെ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസുകാർക്ക് ശരിയാവുമോ? ഇല്ലല്ലോ, ശരിയാവില്ല. കാരണം 70 വയസ്സായ ആൾ എത്ര ജീവിക്കും, 50 വയസ്സായ ആൾ എത്ര ജീവിക്കുന്നു എന്നുള്ളത് ഇൻഷുറൻസുകാർക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ പ്രീമിയത്തിൻ്റെ അളവും വ്യത്യാസം വരും. ഇനി അടുത്തത് രണ്ടാമത്തെ പറഞ്ഞ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ എന്തെന്ന്? സ്റ്റാറ്റിസ്റ്റിക്സ് ബയോളജിയിൽ ഉപയോഗിക്കുന്നത് ഏതെല്ലാം തരത്തിൽ എന്നുള്ളത് ജസ്റ്റ് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ബയോസ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ സംടൈംസ് റെഫേർഡ് ടു ആസ് ബയോമെട്രി ഓർ ബയോമെട്രിക്സ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഇൻ ബയോളജി. ഞാനിത് വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ആർക്കും എഴുതാനോ പഠിക്കാനോ കഴിയില്ല. ഇതിൽ നമ്മൾ കണ്ടൻസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഓരോ ഹെഡിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അത് നമ്മളുടേതായ വാചകത്തിൽ എഴുതിയാൽ മതി. അത് മലയാളത്തിലാകട്ടെ, ഇംഗ്ലീഷിലാകട്ടെ, കന്നഡയിലാകട്ടെ, തമിഴിലാകട്ടെ, ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഇതിൽ പറയുന്ന അതേ സെൻറ്റൻസ് അല്ല, നമ്മൾ വസ്തുതയ്ക്കാണ് നമുക്ക് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായ സെൻറ്റൻസിൽ ഞാൻ രണ്ടാമത് വിശദീകരിക്കുന്നതായിരിക്കും. ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഇൻ ബയോളജി. അതായത് ബയോളജിയിൽ ഉപയോഗിക്കുന്നതിന് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദ സയൻസ് ഓഫ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എൻകോംപാസസ് the design of biological experiment, especially in medicine, agriculture and fishery, the collection, summarization, analysis of data from those experiments and the interpretation of and inferences from the results. A major branch is medical biostatistics, which is exclusively concerned with the medicine and health. അതായത് ഈ ബയോളജിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നതിനെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ കോവിഡിന് വാക്സിൻ കണ്ടുപിടിക്കുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇതാണ്, ഒരു എക്സ്പെരിമെൻ്റാണ്. എല്ലാവരും എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ഇവിടെ ഇന്ത്യയിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇംഗ്ലണ്ടിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവാക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി 3ാമത്തെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൊക്കെ നടത്തുന്നത്. അതായത് 1ാം സ്റ്റേജ്, 2ാം സ്റ്റേജ്, 3ാം സ്റ്റേജ് ഒക്കെ കടന്നു പോകുന്നത്. ഇപ്പോൾ 1ാം സ്റ്റേജിൽ അവർ പറയുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷേ ഒരു 1000 ആൾക്കാരിൽ പരീക്ഷിക്കുന്നത് വിചാരിക്കാം. 2ാം സ്റ്റേജിലാകുമ്പോഴേക്കും ഒരു 10,000 ആൾക്കാരിൽ പരീക്ഷിക്കുന്നത് വിചാരിക്കാം. 3ാം സ്റ്റേജിൽ ഒരു 25,000 ആൾക്കാരിൽ പരീക്ഷിക്കുന്നത് വിചാരിക്കാം. അത് പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള പല കൾച്ചറിലുള്ള ആൾക്കാരിലും അത് പ്രയോഗിച്ച് നോക്കും. അവർ എത്ര കണ്ട് അത് സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത്. അത് ഓരോ സ്റ്റേജിലും അത് സക്സസ് ആയെങ്കിൽ മാത്രമേ
അത് അവസാന ഘട്ടത്തിൽ അത് അംഗീകരിക്കുകയുള്ളൂ. ഇതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ്, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് അവർ എക്സ്പെരിമെൻ്റ് നടത്തുന്നതും ഇത് പ്രയോഗിക്കുന്നതും. അതാണ് ബയോളജിയിൽ. അതുകൊണ്ടാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിനെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ബയോളജിയിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പിന്നീട് അറിയാം. കാരണം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന്. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റെല്ലാം നടത്തുന്നില്ല, ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ചെറിയ ഒരു ബ്ലഡിൻ്റെ ചെറിയ ഡ്രോപ്സ് എടുത്തിട്ടാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. അതായത് ആ ചെറിയ ഡ്രോപ്സ് എടുക്കുന്നതിനെ പറഞ്ഞാൽ മൊത്തമുള്ള രക്തത്തിൻ്റെ ചെറിയൊരു ഭാഗം എടുക്കുന്നതിനെ പറഞ്ഞാൽ സാമ്പിൾ എടുക്കുന്നതാണ്, രക്തത്തിൻ്റെ സാമ്പിൾ. എന്നിട്ടാണ് പരിശോധിക്കുന്നത് നമുക്ക് രോഗം വന്നിട്ടുണ്ടോ, നമ്മളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അപ്ലൈഡ് ഏരിയ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇനി അടുത്തത് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ്. അഗ്രികൾച്ചറിൽ വളരെയധികം ഉപയോഗമുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ. കാരണം ഈ ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിളവ്. പലതരത്തിലുള്ള ക്രോപ്പുകളും ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. ഇന്ത്യ ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് കൺട്രിയാണ്. അതായത് കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ പലതരത്തിലുള്ള കൃഷികൾ നടത്തുന്നുണ്ട്. ഈ കൃഷിക്കെല്ലാം നല്ല വിളവ് കിട്ടണമെങ്കിൽ ഏത് തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് ഇടണം, ഏത് തരത്തിൽ അത് കൃഷി ചെയ്യണം, ഏത് കൃഷി ചെയ്താലാണ് നമ്മുടെ രാജ്യം അഭിവൃദ്ധിയിലേക്ക് പോകുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ്. അത് അവർ ഇപ്പോൾ ഉദാഹരണത്തിന് ഏത് വിളവിലാണ് ഏത് ക്രോപ്പിലാണ് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നതെന്ന് അവർ കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ ഏത് മാനുവൽ ഇട്ടാലാണ് കൂടുതൽ വിളവ് കിട്ടുന്നത് എന്ന് പലതരത്തിലുള്ള റിസർച്ച് ചെയ്തിട്ട് അവർ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് അഗ്രികൾച്ചർ ഫീൽഡിൽ വളരെയധികം പ്രാധാന്യമായി അർഹിക്കുന്നു. The agriculture investigations are based on application of statistical methods and procedures which are helpful in testing hypotheses using observed data, in making estimation of parameters and predictions. The application of statistical principles and methods is necessary for effective practice in the resolving various problems that arise activity. Because of variability inherent in biological and agriculture data, knowledge of statistics is necessary for their understanding and interpretation. Numerous activities in agriculture are very different from each other, resulting in different branches of agriculture science like ഫീൽഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഫീൽഡ് ക്രോപ്പ് പ്രൊഡക്ഷനിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഉപയോഗമുണ്ട്. വെജിറ്റബിൾ പ്രൊഡക്ഷൻ, ഹോർട്ടിക്കൾച്ചർ, ഫ്രൂട്ട് ഗ്രോവിങ് ആൻഡ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ലൈഫ് സ്റ്റോക്ക്, വെറ്റിനറി മെഡിസിൻ, അഗ്രികൾച്ചർ മെക്കാനിക്സ്, വാട്ടർ റിസോഴ്സ്, അഗ്രികൾച്ചർ എക്കണോമിക്സ്, ഇതിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓഫീസിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്സ് പബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഏജൻസീസ് ഓർ അതർ പബ്ലിക് ബോഡീസ് സച്ച് എസ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ പലതരം ഓഫീസുകളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്, ഗവൺമെൻറ് ഏജൻസീസ് ഉപയോഗിക്കുന്നുണ്ട്. They provide quantitative or qualitative information on all major areas of citizens' life. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പലതരം ഇൻഫർമേഷൻസ് അവർ തരുന്നുണ്ട്, ഈ ഒഫീഷ്യൽ ഏജൻസീസ് തരുന്നുണ്ട്. ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് മേക്ക് ഇൻഫർമേഷൻ ഓൺ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് accessible to the public, allowing the impact of government policies to be assessed, thus improving the accountability. അതായത് ഈ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ പലതരം ഓഫീസുകൾ പലതരം ഡാറ്റയെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടാണ് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പല ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷന് പറയുന്നത് മോസ്പി എന്നാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, മോസ്പി, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് ദ ഇൻഡിപെൻഡൻറ്റ് മിനിസ്ട്രി ഇൻ 1999, 1999 നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് മോസ്പി എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. After the merging of the Department of Statistics and Department of Program Implementation, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ രണ്ടും തമ്മിൽ മെർജ് ചെയ്തിട്ട് ഒന്നായി. അങ്ങനെയാണ് മോസ്പി ആയത്. ദ മിനിസ്ട്രി ഹാസ് 2 വിങ്സ്. ഈ മിനിസ്ട്രിക്ക് മോസ്പിക്ക് 2 വിങ്സ് ഉണ്ട്, 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്?
NSO 1, രണ്ടാമത് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. രണ്ട് പ്രധാനപ്പെട്ട ഭാഗമാണ് ഉള്ളത്. ഒന്ന് NSO, അടുത്തത് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. NSOനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ്? CSO ആൻഡ് NSSO. അതേപോലെ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനെ വീണ്ടും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? 20 പോയിൻ്റ് പ്രോഗ്രാമായിട്ട്, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിങ് ആൻഡ് പ്രൊജക്റ്റ് മോണിറ്ററിങ്, MP ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം. ഇനി NSSO എന്നെ വീണ്ടും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. SDRD, FOD, DPD, CPD. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം എന്തെന്ന് ഞാൻ അടുത്ത് പറയാം. അതായത് SDRD എന്ന് പറഞ്ഞാൽ സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ. ഇതൊക്കെ ആരും കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. FOD എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ. DPD എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ. CPD എന്ന് പറഞ്ഞാൽ കോഓർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. അപ്പോൾ ദ സ്റ്റാറ്റിസ്റ്റിക്സ് വിങ്സ് കോൾഡ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്, അതായത് NSO, കൺസിസ്റ്റ് ഓഫ് ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് CSO ആൻഡ് ദ കമ്പ്യൂട്ടർ സെൻറ്റർ ആൻഡ് ദ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അപ്പോൾ NSOൻ്റെ കീഴിൽ വരുന്നത് ഏതെല്ലാമാണ്? CSO വരും, അതേപോലെ NSSO വരും. ഇവിടെ നോക്കിക്കോളൂ, NSOൻ്റെ കീഴിൽ വരുന്നത് CSOവും NSSOവും ആണ്. ഇനി CSO എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. CSO എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് വിച്ച് ഈസ് വൺ ഓഫ് ദ 2 വിങ്സ് ഓഫ് ദ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ. NSOൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളിൽ ഒന്നാണ് എന്താണ്? CSO. It is responsible for coordination of statistical activities in the country and for maintaining statistical standards. Its activities include compilation of national accountനെ കമ്പൈൽ ചെയ്യുന്നത്, അതേപോലെ കണ്ടക്ട് ഓഫ് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് എക്കണോമിക് സെൻസസും പിന്നെ ഇൻഡസ്ട്രീസിൻ്റെ ആനുവൽ സർവേയും, അതേപോലെ കമ്പൈലേഷൻ ഓഫ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡീസസ് എല്ലാം ഉണ്ടാക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ CSO ആണ്. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് വേരിയസ് സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ട്രെയിനിങ്, ഇൻ്റർനാഷണൽ കോപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ എക്സെട്ര. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ്, സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ ട്രെയിനിങ്, അതേപോലെ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ എന്നിവ ഒക്കെ ഇത് നൽകുന്നു. CSO എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക, പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയെന്നൊന്നും മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അടുത്തത് CSO is headed by Director General, who is assisted by 5 additional Director General looking after National Accounts Division, Social Statistics Division, Economic Statistics Division, Training Division and Coordination and Publication Division. അപ്പോൾ CSOനെ ഹെഡ് ചെയ്യുന്നത് 5 അഡീഷണൽ ഡയറക്ടർ ജനറൽസാണ്. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. CSO എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തില്ലേ? CSO ഈസ് ലൊക്കേറ്റഡ് ഇൻ സർദാർ പട്ടേൽ ഭവൻ, പാർലമെൻറ്റ് സ്ട്രീറ്റ്, ന്യൂഡൽഹിയിലെ പാർലമെൻറ്റ് സ്ട്രീറ്റിലാണ് ഇത് CSO ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഏത് ബിൽഡിങ്ങിലാണ്? സർദാർ പട്ടേൽ ഭവനിലാണ്. ദ ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിങ് ഓഫ് CSO ഈസ് ലൊക്കേറ്റഡ് ഇൻ കൽക്കത്ത. CSOൻ്റെ ഇൻഡസ്ട്രിയൽ വിങ് എന്ന് വെച്ചാൽ വ്യാവസായികമായിട്ടുള്ള ഭാഗം അതെവിടെയാണ് ഉള്ളത്? കൽക്കട്ടയിലാണ്. ദ കമ്പ്യൂട്ടർ സെൻറ്റർ ഓൾസോ അണ്ടർ CSO ഈസ് ലൊക്കേറ്റഡ് ഇൻ RK പുരം, ന്യൂഡൽഹി. അപ്പോൾ CSOൻ്റെ കമ്പ്യൂട്ടർ വിങ് എവിടെയുള്ളത്? അത് RK പുരം, ന്യൂഡൽഹിയിലാണ് ഉള്ളത്. ഇനി NSSO എന്താണ്? ഈ ഷോർട്ട് നോട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് CSO, വാട്ട് ഈസ് NSSO എന്നെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഷോർട്ട് വളരെ ചുരുങ്ങിയിട്ട് 1-2 സെൻറ്റൻസ് പഠിക്കാം. NSSO എന്ന് പറഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. The National Sample Survey Organization, now known as National Sample Survey Office, is an organization under the Ministry of Statistics of the Government of India. It is the largest organization in India conducting regular socio-economic survey. It was established in 1950. അതായത് സോഷ്യോ ഇക്കണോമിക് സർവേ നടത്തുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് ഈ NSSO എന്ന് പറയുന്നത്. അതിൻ്റെ പേര് തന്നെ എന്താണ്? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നാണ് പറയുന്നത്. അത് എപ്പോഴാണ് ഉണ്ടായത്? അത് എസ്റ്റാബ്ലിഷ് ആയത് എപ്പോഴാണ്? 1950-ലാണ്.
NSOന് എത്ര ഡിവിഷൻ ഉണ്ട് പറഞ്ഞത്? 4 ഡിവിഷൻ ഉണ്ട്, സബ് ഡിവിഷൻ ഉണ്ട്. NSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന് 4 സബ് ഡിവിഷൻ ഉണ്ട്. ഒന്ന് SDRD പറഞ്ഞാൽ സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ. രണ്ടാമത്തത് ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ. അടുത്തത് ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ. നാലാമത്തത് കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. The program implementation wing has 3 division. Program implementation division-ന് 3 ഡിവിഷൻ ഉണ്ടെന്ന് പറയുന്നു. എന്തെല്ലാമാണ്? 20 point program, infrastructure monitoring and project monitoring, member of parliament and local area development scheme. അതൊക്കെയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ടത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷോർട്ട് ഫോം ISI എന്നാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എ യുണീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിവോട്ടഡ് ടു ദ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, നാച്ചുറൽ സയൻസസ് ആൻഡ് സോഷ്യൽ സയൻസ്. അപ്പോൾ ഇത് റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ഫൗണ്ട് ചെയ്തതാരാണ്? ഇത് സ്ഥാപിച്ചതാരാണ്? പ്രൊഫസർ പ്രശാന്ത ചന്ദ്ര മഹാലനോബിസ്. അത് പ്രൊനൗൺസിയേഷന് കുറച്ച് ബുദ്ധിമുട്ട്. മഹാലനോബിസ് എന്ന് ഉള്ള ഒരു പേരുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ഇത് അല്ലെങ്കിൽ ഈ സ്ഥാപനം സ്ഥാപിച്ചത്. PC മഹാലനോബിസ് എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. അത് അയാൾ എപ്പോഴാണ് സ്ഥാപിച്ചത്? 17 ഡിസംബർ 1931 സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. 1931 ഡിസംബർ 17 കൽക്കട്ടയിലാണ് അയാൾ അത് സ്ഥാപിച്ചത്. അയാളെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ചോദിക്കും, ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്? Professor PC Mahalanobis is the father of Indian statistics. The Indian Statistical Institute publishes Sankhya, the Indian Journal of Statistics. അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാഗസീനാണ് എന്താണ്? സാഖ്യ. അത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ISI ആണ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൻ്റെ എംബ്ലമാണ് ഇവിടെ കാണുന്നത്. ISIയുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എംബ്ലമാണ് ഈ വൃക്ഷത്തിൻ്റെ ചിത്രമുള്ള ഇതാണ് എംബ്ലം. ഇൻ റെക്കഗ്നിഷൻ ഓഫ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ പ്രൊഫസർ PC Mahalanobis ഇൻ ദ ഫീൽഡ്സ് ഓഫ് ഇക്കണോമിക്സ്, പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് എറ, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഡിസൈഡഡ് ടു ഡെസിഗ്നേറ്റ് 29th June every year coinciding with his birth anniversary as a statistical day of category. അപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ എന്ന് പറയുന്നത് 29 ജൂണാണ്. 29 ജൂണിനെയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. PC Mahalanobisൻ്റെ ജന്മദിനമാണ് 29 ജൂൺ. അതിനെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അടുത്തത് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് കേരളത്തിലെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് ദ ഡയറക്ടർ ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഗവൺമെൻറ് ഓഫ് കേരള ഈസ് ദ നോഡൽ ഏജൻസി ഓഫ് സ്റ്റേറ്റ് റെസ്പോൺസിബിൾ ഫോർ systematic collection, compilation, analysis, interpretation and dissemination of statistics relating to various sectors of Kerala economy. കേരളത്തിലെ ഇക്കോണമിയിൽ പ്രധാനപ്പെട്ട പലതരം ഡെവലപ്മെൻറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റി ആയിരിക്കാണ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അത് ജില്ലാടിസ്ഥാനത്തിലുണ്ട്, താലൂക്ക് അടിസ്ഥാനത്തിലുണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്. ദ ഡയറക്ടർ ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ നെർവ് സെൻറ്റർ ഓഫ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. അതായത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ നെർവ്, അതായത് ഞരമ്പ് എന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഞരമ്പ് എന്ന് പറയുന്നത് ഈ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. Being the statistics authority of the state, director function the authority of the collection, processing and dissemination of statistical data relating the state economy. അപ്പോൾ ഇത് 14 ജില്ലക്കും ഇതിന് ഓഫീസ് ഉണ്ട്. അത് ജില്ലാ ഹെഡാണ്. അതിന് ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടാവും. അതേപോലെ തന്നെ ഓരോ താലൂക്കിലും ഓഫീസുകൾ ഉണ്ടാവും. അതിനെ പറയുന്നത് എന്താണ്? TSO എന്നാണ്, താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പോൾ അവിടെ ഒരു ഓഫീസർ ഉണ്ടാവും. അതിൻ്റെ ഹെഡ് താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണ്, TSO ആണ്.
അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും താഴെ സ്ഥാനത്തുള്ളത് എന്താണ്? TSO ആണ്, താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. അപ്പോൾ 61 താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. കേരളത്തിൽ 61 താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഉണ്ട്. ദർ ആർ അറ്റ് പ്രസൻറ്റ് 61 താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസേഴ്സ് ഈച്ച് അണ്ടർ ദ കൺട്രോൾ ഓഫ് താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാന്ന് ഇതിൻ്റെ ചെറിയ ഷോർട്ട് നോട്ട് നമ്മൾ തരുന്നതായിരിക്കും. ആ നോട്ട് നോക്കി പഠിച്ചാൽ മതി. ഇത്ര ഈ വാരി വലിച്ച് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും വായിച്ചിട്ട് അതേപോലെ എഴുതാൻ ആരെ കൊണ്ടും ആവില്ല. കാരണം ടെക്സ്ച്വൽ വേർഡ്സാണ്, അല്ലെങ്കിൽ ടെക്സ്ച്വൽ സെൻറ്റൻസും വേർഡ്സുമാണ് ഇതിലുള്ളത്. അത് നമ്മുടേതായ വേർഡ്സിലും സെൻറ്റൻസിലും നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാം. അത് ഞാൻ നോട്ട്സ് അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നോട്ട്സ് നോക്കിയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.